എന്താണ് ആന രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ വനവകുപ്പ് പറയുന്നത് ആന രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. ഈ ആന ഈ കൊട്ടേക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് വെച്ച് പരിക്കേറ്റ് അത് കഞ്ചിക്കോട് മേഖല വരെ നടന്നു വന്ന ആനയാണ്. കാല് കുറച്ച് മുടന്തിയാലും നടന്നു വന്ന ആന. പിന്നീട് ആനയ്ക്ക് എണീച്ച് നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ഉള്ളത്. വനവകുപ്പ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആനയുടെ കുഴ ഒരുപക്ഷെ തെറ്റിയതായിരിക്കും, നട്ടലിന് പൊട്ടലേറ്റിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ ഡേവിഡ് എബ്രഹാമാണ് ഈ കഴിഞ്ഞ 3 ദിവസം ആനയെ തുടർച്ചയായി പരിശോധിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തന്നെ പ്രത്യേകമായി മരുന്നെത്തിച്ച് ഇന്നലെ ആനയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ ആന സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോഴും അത് പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചികിത്സയിൽ വലിയ രീതിയിൽ ഒരു പുരോഗതി ഇല്ല എന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. ആന എണീച്ച് നിന്നാൽ മാത്രമേ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഉൾപ്പെടെ വനവകുപ്പിന് മാറ്റാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആനപ്രേമി സംഘം ഉൾപ്പെടെ പറഞ്ഞിരുന്നു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പരിപാലിക്കണമെന്ന്. പക്ഷേ അതിനുള്ളൊരു സാധ്യത നിലവിലില്ല. ആന എവിടെയാണോ വീണത് അവിടെ തന്നെ വെച്ച് ഇപ്പോൾ വനവകുപ്പിനെ പരിശോധിക്കേണ്ട സാഹചര്യമാണ്. നിലവിലുള്ള സ്ഥിതി വെച്ച് ആന രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം വനവകുപ്പ് നൽകുന്ന ആഹാരം അല്ലെങ്കിൽ വെള്ളം, മരുന്ന് മാത്രമേ ആന സ്വീകരിക്കുന്നു. അതല്ലാതെ ആനയ്ക്ക് ഒന്നും സ്വയം ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലല്ല. മാത്രമല്ല 25 വയസ്സുള്ള ഒരു പിടിയാനയാണ്. ആന ഗർഭിണിയാണോ എന്നുൾപ്പെടെ വനവകുപ്പിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇനി ഏതായാലും വിദഗ്ധമായ പരിശോധനയിലൂടെ മാത്രമേ അതൊക്കെ. ഈ ആനപ്രേമികൾ അതിനിടയ്ക്ക് പരാതിയൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ കാര്യമില്ല അല്ലേ, ഇനി സാധ്യതയില്ല. കാരണം ആനയ്ക്ക് സ്വയം എഴുന്നേൽക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിച്ചാൽ തന്നെ ആനയ്ക്ക് നിൽക്കാൻ സാധിക്കണം. ഈ കുഴ തെറ്റിയത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇടുപ്പിന് ചെറിയ രീതിയിൽ പരിക്കുള്ളത് കൊണ്ട് തന്നെ സാധിക്കില്ല. ആന്തരിക അവയവങ്ങൾക്കെല്ലാം കാര്യമായിട്ടുള്ള ക്ഷതമുണ്ടെന്നാണ് ഡോക്ടർ ഡേവിഡ് എബ്രഹാം പറയുന്നത്. അതുകൊണ്ടാണ് ഈ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ വനവകുപ്പ് എത്തിയിട്ടുള്ളത്. ഓക്കെ.